കണ്ടുപിടിക്കുന്നില്ല, നല്ല വെയിലുള്ളതുകൊണ്ടാ. അത് കൊള്ളാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾക്ക് എപ്പോഴും പ്രായമാകുന്നതേ ഇല്ല അല്ലേ? പ്രായമാവുന്നില്ല. അപ്പം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പൂരത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അല്ലേ? പൂരക്കാഴ്ചകൾക്ക് പ്രായമില്ല. അതെ, മാത്രമല്ല കുട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് സുജയ പാർവതിക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ഇന്നത്തെ പൂര സമ്മാനമായിട്ട്. ഇത് കൈ പിടിച്ചവിടെ ഇരുന്നോണം കേട്ടോ. അപ്പം ഇതൊക്കെ കാഴ്ചകളുണ്ട്, കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്തിനാണ് ഇതിനേക്കാൾ വലിയ നാക്കുള്ള സമയത്ത് പിന്നെ എന്തിനാ വേറെ വാള്? ഒരുപാട് സുജയ പാർവതിയുടെ ആരാധകരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടു പറയുന്നു. ഒന്ന് കണ്ടിട്ട് കാര്യമായി ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് സുജയെ കുറിച്ച് ആരാധകർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ മാഡം, ഹായ് മാം. ഹായ് മാം, ഹായ്. വെരി ഗുഡ് മോർണിംഗ്. ഫ്രാൻസിൽ. How do you experience this? How is Puram? Vous trouvez l'expérience comment? Magnifique, c'est très très Magnifique. Ah oui, c'est impressionnant, c'est même impressionnant. Très impressionnant. Okay. Does she know Malayalam? Malayalam അറിയോ? ഫ്രഞ്ച് ഇല്ല. ഓൺലി ഫ്രഞ്ച്, ഇംഗ്ലീഷും അറിയില്ല? ഇല്ല, പൂർണ്ണമായിട്ട് ഫ്രഞ്ച്. പൂർണ്ണമായിട്ട് ഫ്രഞ്ചാണ്. ആണല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നതാ പറയുന്നത്? ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നുന്നത്. ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ്. കേരളത്തിൽ ആദ്യമായിട്ടാണ്. C'est mon traducteur. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം, ചോദിച്ചോളാം. അതായത് ഇതേപോലെ ഒരു ആൾക്കൂട്ടവും ഇതേപോലെ ഒരു പൂരവും അങ്ങനെ ഒരു ഫീലിംഗ് ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? déjà vu faites comme ça. Jamais. Non. Y a pas, en France, il n'y a pas ça. Non. Comme plus le monde. Non. Pas autant, pas autant. Non. ഞാനൊക്കെ കണ്ടിട്ടേ ഇല്ല. Non. C'est grandiose. Très grandiose. So enjoy. Happy Puram. Happy Puram. ഓക്കെ, എൻജോയ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൽ നിന്നാണ് എത്തിയത്. ഹായ് സർ, ഹായ് ഹായ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറച്ച് നേരത്തെ ഹായ്. വെരി ഹാപ്പി. തോർത്ത് ഇറങ്ങിയതാണ് രാവിലെ. ഓക്കെ, ഈ തോർത്ത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. വന്നാട്ടെ. ഈ തോർത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പം ഞങ്ങൾക്ക് 4 തോർത്ത് വേണം. 5 തോർത്ത് അല്ലേ? 5 തോർത്ത് വേണം. 5 തോർത്ത് വേണം. നമ്മുടെ സുധി ഇവിടെയുണ്ട്. സുധി നമുക്ക് തോർത്ത് വാങ്ങിത്തരും. 2ാമത്തെ തോർത്ത് അല്ലേ? ഓക്കെ, വരൂ. 3ാമത്തെ തോർത്ത് ഇതാ പിടിച്ചോ. ഓ, സ്ത്രീകൾ തലക്കെട്ടി കൂടിയേ. എന്താ തലക്കെട്ടിന്? എന്താ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൂരത്തിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ ഒരു വൈബായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് മനുഷ്യർ അപ്പോൾ തോർത്തൊക്കെ എടുത്ത് നമ്മളിത് തലക്കെട്ടൊക്കെ കെട്ടി അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുക, ഒരുപാട് വിശേഷങ്ങൾ കൂടി വരുന്നൊരു ദിവസമാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ഇപ്പം എത്ര പൈസയായി മൊത്തം? തലക്കെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് തലക്കെട്ട് വായിച്ചില്ല. തലക്കെട്ട് എന്ന് പറഞ്ഞപ്പോൾ തലക്കെട്ട് വായിച്ചില്ല. ശരിയാ. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കി വരേണ്ട സമയം കൂടിയാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൂരാവേശത്തിന്റെ പൂരലഹരിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന തൃശ്ശൂർ. അതെ, കലക്കൻ മേളം അല്ലേ? അപ്പോൾ ഗംഭീര മേളക്കാഴ്ചകളുമായി നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആസ്വദിക്കുക. ഒരുപാട് അതിഥികളുണ്ട്. സുരേഷ് ഗോപിയുടെ പാട്ട് നമ്മൾ കേട്ടു. സുരേഷ് ഗോപിയുടെ സ്വപ്നങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. കെ രാജൻ മിനിസ്റ്റർ നമുക്കൊപ്പം വന്നു. കുട്ടേട്ടൻ നമുക്കൊപ്പം വന്നു. അത് ഗായത്രി വന്ന് പാട്ടുപാടി അല്ലേ? മേളക്കാരും ദേശക്കാരും വന്ന് നമ്മളോട് വർത്തമാനങ്ങൾ നമ്മുടെ പശ്ചാത്തലത്തിൽ കൊട്ടി തകർക്കുന്നു. അതെ, ഇവിടെ ഇരുന്ന് ഈ പൂരം ആസ്വദിക്കുമ്പോഴല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനിവിടേക്ക് വരുന്ന സമയത്ത് പൂരത്തിന് റിപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ കല്യാണും ദീപക്കും BS രഞ്ജിത്തും ജെയ്സനും ഒക്കെ ഉള്ള ഒരു സംഘത്തോടൊപ്പം ഇരുന്ന് പൂരം കാണുക പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ച് പൂരം കാണാൻ വേണ്ടി അമ്പലപ്പുറമേ ഇരിക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതിവിടെ വന്ന് ആസ്വദിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതിൻ്റെ ഒരു വൈബ് അതാണ്. ആ വൈബിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലക്കെട്ടുകളിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ TVയുടെ കലക്കൻ മേളം.